ബന്ധം നിങ്ങൾ പ്രാപിക്കും എന്ന് തന്നെയാണ്. You will. നിങ്ങൾ പ്രാപിക്കും. Now I come from Germany. ഞാൻ ജർമ്മൻകാരനാണല്ലോ. And what I was taught as a young man, ഞാനൊരു യൗവനക്കാരൻ എന്ന നിലയിൽ എന്നെ പഠിപ്പിച്ചത് in our Pentecostal churches, ഞങ്ങളുടെ പെന്തക്കോസ്ത് സഭകളിൽ, my father was a pastor, എന്റെ പിതാവ് ഒരു പാസ്റ്റർ ആയിരുന്നു, was that they said the Holy Spirit will fall if we all get into perfect unity. നമ്മൾ തികഞ്ഞ ഐക്യതയിലേക്ക് വരുമ്പോൾ മാത്രമേ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയുള്ളൂ എന്ന് അന്നത്തെ കാലത്ത് പഠിപ്പിച്ചിരുന്നു. They said unity is the prerequisite for the fire of God to fall. ദൈവത്തിന്റെ ആത്മാവിന്റെ അഗ്നി ഇറങ്ങി വരുവാനുള്ള ഏറ്റവും അടിസ്ഥാന കാരണം ഐക്യതയാണ്. So we must all be one and not anybody have anything against anybody. ആർക്കും ആരോടും വിരോധമില്ലാത്ത എല്ലാവരും ഐക്യതയിലേക്ക് വരുന്ന ഒരു അനുഭവം. We need unity, otherwise the Holy Spirit cannot fall. നമുക്ക് ഐക്യതയില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് വരികയില്ല. We tried hard നമ്മൾ വളരെ ശ്രമിച്ചു to be in perfect unity, വളരെ തികഞ്ഞ ഐക്യതയിലായി തീരുവാൻ. But it didn't seem the Holy Spirit wanted to cooperate. പക്ഷേ പരിശുദ്ധാത്മാവ് നമ്മുടെ ഐക്യതയുമായി ബന്ധപ്പെട്ടു പോകാൻ ഇഷ്ടപ്പെട്ടുമില്ല. And I began to pray and I began to think and I reread the Bible again and again and again and again. ഞാൻ വീണ്ടും പല പ്രാവശ്യം ദൈവത്തിന്റെ വചനം ഇത് സംബന്ധിച്ച സത്യം അന്വേഷിച്ചു. And suddenly I saw a scripture പെട്ടെന്ന് ഞാൻ ഒരു വാക്യം കണ്ടു that lit up like a candle, അത് ഒരു മെഴുകുതിരി പോലെ കത്തി നിൽക്കുന്നു. that solved this whole problem. അത് എന്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമായി. It's not a matter of perfect unity. അത് ഒരിക്കലും തികഞ്ഞ ഐക്യത സംബന്ധിക്കുന്നതല്ല. I tell you why you get the fire today. ഇന്ന് ഞാൻ പറയട്ടെ, തീ നിന്റെ മേൽ ഇറങ്ങി കഴിയുമ്പോൾ, do you want to know why you will get your flame today? നിനക്കറിയാൻ കഴിയോ നിന്റെ തീ ഇന്ന് മുതൽ ജ്വലിച്ചുകൊണ്ടിരിക്കുമെന്ന്. Glory. Hallelujah. Let's turn to John chapter 14. യോഹന്നാൻ 14-ാം അധ്യായത്തിലേക്ക് വരാം. John 14. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. This is important. Jesus here in his discourse യേശു ഇവിടെ പറയുന്ന വാക്കുകൾ speaks about the arrival of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ വരവിനെക്കുറിച്ച് യേശു സംസാരിക്കുന്ന വാക്കുകൾ. And this is what he says. യേശു ഇതാണ് പറയുന്നത്. It is John 14 verse 16. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ I wish you would underline this verse. Underline this verse in your Bible. നിങ്ങളുടെ വേദപുസ്തകത്തിൽ ഇത് നന്നായി അടിയിൽ വരയിടുവാൻ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. It is an absolute key truth. ഇത് വളരെ വ്യക്തമായ ഒരു താക്കോലാണ്. This is what Jesus said. യേശു ഇതാണ് പറഞ്ഞത്. And I will pray the Father. അപ്പോൾ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും and he will give you another helper. Say Holy Spirit. പരിശുദ്ധാത്മാവ് എല്ലാവരും വാ തുറന്ന് പറഞ്ഞാട്ട്. Because he spoke here about the Holy Spirit. അവിടുന്ന് നിങ്ങൾ സത്യത്തിന്റെ ആത്മാവ്, and that he, the Holy Spirit, may abide with you forever. അപ്പോൾ ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും അവിടുന്ന് നിങ്ങൾക്ക് സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ കൂടെ എന്നേക്കും ഇരിക്കേണ്ടതിന് നൽകുകയും ചെയ്യും. Have you got that? അവിടെ എത്തിച്ചേർന്നായിരുന്നോ? വാക്യം കിട്ടിയോ? I read it again. Jesus said, and I will pray the Father. യേശു പറയുന്നത് ഞാൻ പിതാവിനോട് അപേക്ഷിക്കും. And he will give you another helper, which is the Holy Spirit. പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ അവൻ നിങ്ങൾക്ക് നൽകി തരുമെന്ന് അവൻ പറയുന്നു. That he, the Holy Spirit, അവൻ പരിശുദ്ധാത്മാവ് may abide with you forever. എന്നും എന്നേക്കും നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന മറ്റൊരു കാര്യസ്ഥനെ അവൻ നിങ്ങൾക്ക് അയച്ചു തരും. And now listen. ഇനി ശ്രദ്ധിച്ചാട്ട്. Jesus did not say, യേശു പറഞ്ഞില്ല you will pray. നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന്. He said, I will pray. യേശു പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കും.
The fire did not fall because the disciples prayed. ശിഷ്യന്മാര് പ്രാർത്ഥിച്ചത് കൊണ്ടല്ല ഉയരത്തിൽ നിന്ന് തീ ഇറങ്ങി വന്നത്. The fire fell because Jesus prayed. തീ ഇറങ്ങി വന്നത് യേശുവിന്റെ പ്രാർത്ഥനയുടെ മുമ്പിലാണ്. And I will tell you why you get your flame here today. ഇന്ന് എന്തുകൊണ്ട് നിനക്ക് നിന്റെ തീ കിട്ടും എന്ന രഹസ്യം പറയട്ടെ. Not because you have done anything, but because Jesus prayed for you by name. നീ എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല, പകരം യേശു നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് കൊണ്ടാ. And his prayer is always answered. അവന്റെ പ്രാർത്ഥന എന്നും മറുപടി നൽകപ്പെടുന്ന പ്രാർത്ഥന. Can you accept that? ഇന്ന് പകരം എത്ര പേർക്കത് സ്വീകരിക്കാൻ കഴിയുന്നു? Shout, I will accept that. ചേർന്ന് പറഞ്ഞാട്ട് ഞാനത് സ്വീകരിക്കുന്നു. Jesus prayed for me. യേശു എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നു. Hallelujah. Hallelujah. We've got one feather less for our own hat. നമ്മുടെ തൊപ്പിയിൽ നിന്ന് ഒരു തൂവൽ പോയ സ്ഥിതി. It's not us, not our wonderful praying, നമ്മുടെ അതിശയകരമായ പ്രാർത്ഥനയല്ല, not our glorious unity. നമ്മുടെ മഹത്വം നിറഞ്ഞ ഐക്യതയല്ല. The Holy Spirit is gloriously indifferent to all our differences and is being poured out on all flesh. നമ്മുടെ വ്യത്യസ്തതകളെ അതിജീവിച്ചുകൊണ്ട് വ്യത്യസ്ത നിലവാരത്തിൽ തന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്നവനാണ് പരിശുദ്ധാത്മാവ്. Hallelujah. Hallelujah. Amen. Amen. Blessed be the name of Jesus. യേശുവിന്റെ നാമം ഇന്ന് പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. Amen. I believe this meeting is the upper room for all of India. ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു മാളിക മുറിയുടെ അനുഭവമാണ് ഈ കോൺഫറൻസ്. Hallelujah. Hallelujah. You're going to catch fire today. ഇന്ന് നിങ്ങൾ തീയാൽ കടന്നു പിടിക്കപ്പെടുന്ന ദിവസമാണ്. Jesus said, I baptize you യേശു പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നാനപ്പെടുത്തുന്നു into the Holy Spirit and with fire. പരിശുദ്ധാത്മാവിലും തീയിലും. Fire. തീയ Fire. തീയ Fire. തീയ Fire. തീയ. Glory. I emphasize fire because some people don't understand. തീ എന്നതിന് ഞാൻ മുൻഗണന നൽകുന്ന കാരണം മിക്കവർക്കും അതെന്തെന്ന് അറിയത്തില്ല. I'm not against education, ഞാൻ വിദ്യാഭ്യാസത്തിന് എതിരല്ല. because it is no advantage to be stupid. I said I'm not against education, ഞാൻ വിദ്യാഭ്യാസത്തിന് എതിരല്ല. because it is not an advantage to be stupid. ആ മടയത്തരം കാണിക്കുന്നതിനുള്ളതായ ഒരു ലൈസൻസും അല്ലത്. So learn as much as you can, but not at the expense that the fire goes out. പരിശുദ്ധാത്മാവിന് വിലയ്ക്ക് കൊടുക്കാതെ എത്രത്തോളം പഠിക്കാമോ അത്രത്തോളം പഠിക്കുക. Amen. Amen. And when you have the whole alphabet behind your name, നിന്റെ ലക്ഷ്യത്തിൽ ശരിയായ കാര്യങ്ങൾ ഉൾപ്പെടുമ്പോൾ, that may impress many people, but it does not impress the devil. നിന്റെ വിദ്യാഭ്യാസം അനേകരെ സ്വാധീനിക്കാൻ കഴിയും, പക്ഷേ പരിശുദ്ധാത്മാവിനെ സ്വാധീനിക്കുവാൻ കഴിയുകയില്ല. The devil is not impressed what a professor teaches at university. യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസർ പഠിപ്പിക്കുന്നത് കേട്ടുകൊണ്ട് പിശാച് തൃപ്തി അടഞ്ഞിരിക്കുന്നില്ല. But come out of that river of fire where Jesus just dipped you into. യേശു നിന്നെ ആഴത്തിൽ മുക്കിയെടുക്കുന്ന അഗ്നി തടാകത്തിലേക്ക് ഇന്ന് പകൽ ഇറങ്ങി വരിക.
soaked with the fire of the Holy Spirit, dripping, പരിശുദ്ധാത്മാവിന്റെ തടാകത്തിൽ ഇന്ന് നിമഗ്നനായി തീരുക. dripping that